ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ രണ്ട് നോട്ടിഫിക്കേഷനാണ് അവരിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിലീസ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് SSC CGL ടയർ 2ന്റെ ആൻസർ കീയും, രണ്ടാമത്തേന്ന് പറയുന്നത് MTSന്റെ റിസൾട്ട് അനൗൺസിങ്ങുമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള മൾട്ടി ടാസ്കിംഗ് ആൻഡ് ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം നമ്മൾ എഴുതുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് MTS എന്ന് പറയുന്നത്, ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ റിസൾട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഹവൽദാറിന്റെ റിസൾട്ട് ആണ് അവരിപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹവൽദാർ പോസ്റ്റ്, കാരണം MTSും ഹവൽദാറിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ് വരുന്നത്. രണ്ട് പോസ്റ്റുകളായിട്ടാണ് നിൽക്കുന്നത്. ഹവൽദാർ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിംഗ് പോലത്തെ ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, MTS എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരു ഒറ്റ ടയർ എക്സാമിനേഷൻ തന്നെയാണ്. പക്ഷേ ഹവൽദാറിന് മാത്രം എന്തുണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ക്രൈറ്റീരിയ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹവൽദാറിന്റെ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് ആണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിച്ചോളുക. MTSന്റെ റിസൾട്ട് അല്ല ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. ഹവൽദാർ എന്ന് പറയുന്നത് MTSന്റെ കീഴിൽ തന്നെ വരുന്ന ഹവൽദാർ എന്ന പോസ്റ്റിലേക്ക് സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, എക്സാം കണ്ടക്ട് ചെയ്തത് സെപ്റ്റംബർ നവംബറിന് ഇടയ്ക്കാണ്. നമ്മുടെ 30/9/2024 14/11/2024 ഇടയ്ക്കാണ് നമ്മുടെ MTS എക്സാമിനേഷൻ അവരെ ഓൾ ഓവർ നടത്തി കഴിഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആസ് പെർ ദ പാര 18.7 പോസ്റ്റ് ഓഫ് ഹവൽദാർ കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ അപ്പിയറിംഗ് ഇൻ PET ഉള്ളതുകൊണ്ട് മാത്രം നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹവൽദാറിന്റെ റിസൾട്ട് ഉടനെ തന്നെ അവർ എന്ത് ചെയ്തത്, റിലീസ് ചെയ്തെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആസ് പെർ ദ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കാൻഡിഡേറ്റ്സ് ഓരോ കാറ്റഗറിയിൽ നിന്ന് എത്ര ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹവൽദാർ എക്സാമിന് വേണ്ടി ക്വാളിഫൈ ആയതെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ UR കാറ്റഗറിയിൽ നിന്ന് 10,857 ആൾക്കാർ ക്വാളിഫൈ ആയി. OBCയിൽ നിന്ന് 5,544 പേര് ക്വാളിഫൈ ആയി. അതുപോലെ SCയിൽ നിന്ന് 3,612 പേര്, STയിൽ നിന്ന് 2,030 പേര്, EWS, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ ആൾക്കാർ പാസ്സായവരുടെ എണ്ണം എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ 27,000-ൽ പുറത്ത് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലിന് വേണ്ടിയായിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്, ഹവൽദാറിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹവൽദാറിന്റെ എണ്ണമാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ഹു ഫെയിൽ ടു ക്വാളിഫൈ PET or PST will not be considered for the post of ഹവൽദാർ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ആരെങ്കിലും PET ക്വാളിഫൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഹവൽദാർ പോസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ ക്വാളിഫൈ ആയില്ലെങ്കിൽ ഹവൽദാർ പോസ്റ്റിൽ നിന്ന് നിങ്ങൾ എലിമിനേറ്റ് ആവും. ബട്ട് ആ ഒരു സെൻസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇഫ് സച്ച് കാൻഡിഡേറ്റ്സ് ഗെറ്റ് ഷോർട്ട് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് MTSന് വേണ്ടി അവർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇവൻ ഹവൽദാറിൽ നിങ്ങളുണ്ട്, MTSലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MTS ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഹവൽദാർ തോറ്റുപോയെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട. പക്ഷേ അതേസമയം ഹവൽദാറിൽ മാത്രമേ നിങ്ങളുടെ പേരുള്ളൂ എങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ്, അതിനൊട്ടും വൈകിക്കരുത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. പിന്നെ ഇവിടെ ഇത്രയും 27,000 പുറത്ത് ആൾക്കാർ എന്തിനാണ്, ഓരോ കാറ്റഗറി അനുസരിച്ചാണ് അവർ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് EWS ഇത്ര പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹു ഹാവ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ട് UR കട്ട് ഓഫ്. EWSൽ 1,507 പേരും, SCയിൽ 498 പേരും, STയുടെ 80 പേരും, OBCയിൽ 4,368 ആൾക്കാരും എന്തിൽ ചെയ്തിട്ടുണ്ട്, UR കട്ട് ഓഫിൽ ക്വാളിഫൈ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 10,000 പുറത്ത് ആൾക്കാർ UR കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയാണ്, EWS 1,507 പേര് എന്താണ് UR കട്ട് ഓഫ് റേഞ്ചിൽ ക്വാളിഫൈ ആയെന്നുള്ളൊരു കാര്യമാണ് അവർ എടുത്ത് എഴുതിയിരിക്കുന്നത്. OBCയിൽ നിന്ന് 4,368 പേര് UR കാറ്റഗറിയുടെ കട്ട് ഓഫിൽ തന്നെ ക്വാളിഫൈ ആയി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇനി എന്ത് വേണ്ട, കാസ്റ്റ് റിസർവേഷൻ കാര്യങ്ങൾ വേണ്ട. അവർ അത്ര പേര് എന്ത് ചെയ്യും, UR കാറ്റഗറിയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചോളുക. പിന്നെ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് എന്തെന്ന് പറഞ്ഞാൽ, 35 കാൻഡിഡേറ്റ്സിന്റെ റോൾ നമ്പർ അനുസരിച്ച് ഈ റോൾ നമ്പേഴ്സ് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിസൾട്ട് ഇവരുടെ ഇത്ര പേരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ പേരുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയറി നോക്കിക്കോളുക കേട്ടോ. നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഇന്ന് ചിലപ്പോൾ എന്തായാലും മൊത്തത്തിൽ സൈറ്റ് ഹാങ് ആയിരിക്കും. കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും രാത്രിയോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഒരു ടൈ വരുന്ന റെസൊല്യൂഷൻ അതിൻ്റെ കാര്യമൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇവർക്ക് ടൈ വരെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈ വരുന്നുണ്ടെങ്കിൽ അവരെ നോക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തനുസരിച്ചാണ് അവർ പിന്നെ ആ ടൈനെ ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ 2 പേർക്ക് ഒരുപോലെ 150 എത്രയെങ്കിലും സംതിങ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാർക്ക് ഇൻ ജനറൽ അവയർനെസ് 2 പേർക്ക് ഒരേ മാർക്ക് കിട്ടി ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ
ചെക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് മാർക്ക് ഇൻ ജനറൽ അവയർനെസ് ആണ്. സെഷൻ 2-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ജി കെക്ക് എന്നുള്ളൊരു കാര്യം നോക്കുക. 2 സെഷൻസ് ആണ് നമുക്കുള്ളത് അല്ലേ, മാത്സും റീസണിങ്ങിൻ്റെ ഒരു സെഷൻ, ഇംഗ്ലീഷിൻ്റെയും ജി കെയുടെ ഒരു സെഷൻ. അതിൽ ആദ്യത്തെ നമുക്ക് ക്വാളിഫയിങ് മാത്രമാണ് നമ്മൾ നോക്കുന്ന. ഏതിനാണ്? ഇംഗ്ലീഷും ജി കെയുടെ മാർക്കാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എന്താണ്? ടോട്ടൽ നോർമലൈസ്ഡ് മാർക്ക്, രണ്ടുപേരുടെ നോർമലൈസ്ഡ് മാർക്ക് വെച്ച് നോക്കും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ചിലർ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. ഒരാൾക്ക് എന്ത് ചെയ്യും? ഇനിയും ചാൻസ് ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആൽഫബറ്റിക് ഓർഡർ ഓഫ് നെയിംസ് ഒക്കെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്യുക. ടൈ ചെയ്യുന്നു വരുന്നെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് അവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾ ഓഫ് PET PST ഫോർ ദ പോസ്റ്റ് ഓഫ് ഹവൽദാർ വിൽ ബി അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ ഇൻ ഡ്യൂ കോഴ്സ്. ഉടനെ തന്നെ ഫിസിക്കൽ വരും ഹവൽദാറിന്റെ. ഈ ഇത്രയും ക്വാളിഫൈ ആയ ആൾക്കാർക്ക് ഇനി PET അറ്റൻഡ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി MTSന്റെ റിസൾട്ട് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തോ എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. Representation received from the candidates with regard to the answer have been carefully examined and the answer has been modified whereas necessary. പിന്നെ എന്തെങ്കിലും ഫൈനൽ എക്സാമിനേഷൻ ഈ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഷീറ്റ് എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തിരുത്തൊക്കെ മാറ്റിയിട്ടാണ് അവരിപ്പോൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, നോർമലൈസ്ഡ് സ്കോറോടെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലൈസ്ഡ് സ്കോർ ഇവിടെ ആഡപ്പ് ചെയ്തിട്ടുണ്ട്, അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോർമലൈസ്ഡ് സ്കോറും ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ നോർമലൈസ്ഡ് ആസ് പെർ ദ ഫോർമുല. നിങ്ങൾ എങ്ങനെയൊക്കെ കൊടുത്തോ അതിനനുസരിച്ച് നോർമലൈസേഷനും കൂടെ ഇട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇത്രയും കാൻഡിഡേറ്റ്സിന് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരൊന്നും ടെൻഷൻ അടിക്കരുത്. വരും കേട്ടോ, വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചാണ്, വരുമായിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. പിന്നെ എന്താണ് നമ്മുടെ അനക്ഷർ വെച്ചിട്ട് കാറ്റഗറി അനുസരിച്ച് ഹവൽദാറിൽ തന്നെ 3 കാറ്റഗറൈസേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് CGST-ലേക്ക്, ഒന്ന് കസ്റ്റംസിലേക്ക്, ഒന്ന് ഡയറക്ടറേറ്റിലേക്കാണ് നിങ്ങളുടെ ഹവൽദാർ പോസ്റ്റിംഗ് വരുന്നത്. നിങ്ങളുടെ എവിടെയാണ് ഡ്യൂട്ടി വരുന്നത് എന്നുള്ളൊരു സംഭവം ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ പോസ്റ്റിംഗ് വെച്ചത് അതിന്റെ കട്ട് ഓഫുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാർക്ക് കട്ട് ഓഫ് ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്, ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ മാർക്കിംഗ് കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്. സെഷൻ 2-നും സെഷൻ 1-നും കിട്ടുന്ന മാർക്ക് അനുസരിച്ച്. നമുക്ക് ട്രിവാൻഡ്രം ആയിരിക്കും നമ്മൾ പലരും വെച്ചത്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ട്രിവാൻഡ്രം, ചെന്നൈയും കൊടുത്തിട്ടുള്ളവർ കാണും, ചെന്നൈയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചെന്നൈയുടെ CGST, EWS, OBC അങ്ങനെ കാറ്റഗറി അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. 111 OBCയുടെ ചെന്നൈ CGST കാറ്റഗറൈസേഷൻ വന്നത് കേട്ടോ. 111 വരെ വന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചെന്നൈ കസ്റ്റംസിലേക്ക് സെലക്ട് ചെയ്തത്. ഏകദേശം 100 എബോവ് തന്നെയാണ് അതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. OBCക്ക് 110, URന് 113. ആ ഒരു രീതിക്ക് തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരം ആയിരിക്കും വച്ചത്. തിരുവനന്തപുരത്ത് CGST-യിലാണ് നിങ്ങൾ വച്ചതെങ്കിൽ EWSകാർക്ക് ഒരു 109 വന്നു. അപ്പോൾ പിന്നെ തിരുവനന്തപുരം OBCക്ക് 114 വന്നു. നമ്മുടെ ജനറൽ UR കാറ്റഗറിക്ക് 116 വന്നു. ഇത്രയും വന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് റേഞ്ച് ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇനി മൈൻഡ് ചെയ്യട്ടെ. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഇതുണ്ട്, അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. MTSന്റെ റിസൾട്ട് വന്നതൊന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും PDF അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ സൈറ്റിൽ ഇത് എന്ത് ചെയ്യും, കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. ssc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി, അതിൽ കാണും. എന്തായാലും ഇപ്പം സൈറ്റ് ഹാങ് ആയിരിക്കും, കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പതിയെ ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. റിസൾട്ട് പ്രതീക്ഷയുള്ളവരൊക്കെ കയറി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് എന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഇനി ഹവൽദാറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തോളൂ. അതിൻ്റെ ഫിസിക്കലൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.